KCYM ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് മാർച്ച് 9, 10, 11 തീയതികളിൽ അടിമാലിയിൽ 48 മണിക്കൂർ ഉപവാസ സമരം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 മണിയോടെ ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിക്കും. വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക, വനപാലകർ ഉണർന്നു പ്രവർത്തിക്കുക, വനത്തിൽ മൃഗങ്ങൾക്ക് ഭക്ഷണം, വെള്ളം ലഭ്യമാക്കുക, ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 48 മണിക്കൂർ ഉപവാസ സമരം നടത്തുന്നത്. ജില്ലയിലെ വർദ്ധിച്ചുവരുന്ന വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് KCYM ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ 48 മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നത്. ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വവും വന്യമൃഗശല്യത്തെ തുടർന്നുണ്ടായ ഭീതിയിൽ തുടരുന്ന ഭീകരാന്തരീക്ഷം ഉടൻ തന്നെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KCYM ഇടുക്കി രൂപത പ്രസിഡന്റ് ജെറിൻജെ പട്ടാങ്കുളവും സംസ്ഥാന സിൻഡിക്കേറ്റ് അലക്സ് തോമസും മാർച്ച് 9, 10, 11 തീയതികളിൽ അടിമാലി ടൗണിൽ 48 മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 മണിയോടെ ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും. KCYM ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ, മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട്, KCYM ഇടുക്കി രൂപത ജനറൽ സെക്രട്ടറി സാം സണ്ണി, ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ, വൈസ് പ്രസിഡന്റുമാരായ ആൽബി, അമല എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകുമെന്നും KCYM ഇടുക്കി രൂപത പ്രസിഡന്റ് ജെറിൻജെ പട്ടാങ്കുളം പറഞ്ഞു. 1922 വന്യജീവി സംരക്ഷണ നിയമം ഇപ്പോഴും നൂലില്ലാതെ കിടക്കുകയാണെങ്കിൽ ഓരോ വനത്തിലെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മൃഗങ്ങളെ അവിടെ നിൽക്കുവാൻ സാധിക്കില്ലെങ്കിൽ അതനുസരിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ വനംവകുപ്പും അതേപോലുള്ള അധികാരികളും എടുക്കണമെന്ന് KCYM ഇടുക്കി രൂപതയുടെ ആഹ്വാനം ചെയ്യുകയും വരുന്ന ശനിയാഴ്ച 9, 10, 11 തീയതികളിലായി KCYM ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ 48 മണിക്കൂർ ഉപവാസത്തിലേക്ക് ഇറങ്ങുകയാണ്. മരണപ്പെടുന്ന ആളുകൾക്ക് 10 ലക്ഷം രൂപ നൽകി കൈകഴുകുന്ന രീതിയാണിപ്പോൾ ഭരണകൂടം കാണിക്കുന്നത്. പരിക്ക് പറ്റിയവർക്ക് സഹായം ചെയ്യുന്നതിൽ വലിയ വിമുഖതയും കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ പൊലിഞ്ഞത് 12 ജീവനുകളാണ്. വനപാലകരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. 1972 നിയമക്കുരുക്ക് പറഞ്ഞ് ഭരണകൂടത്തിലുള്ളവർ തലയൂരാൻ ശ്രമിക്കുകയാണ്. വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും ജലവും ലഭ്യമാകുന്നില്ല എന്നതാണ് പ്രധാന കാരണം. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ ഭരണകൂടം തയ്യാറാകണം. വനത്തിൽ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചതാണ് കാരണമെങ്കിൽ മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള സംവിധാനം ക്രമീകരിക്കണമെന്നും KCYM ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ പറഞ്ഞു. ഇടുക്കി രൂപതയുടെ യുവജനങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് ജെറിൻജെ പട്ടാങ്കുളവും രൂപതയുടെ സംസ്ഥാന സിൻഡിക്കേറ്റ് അലക്സ് തോമസും 48 മണിക്കൂർ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടും മറ്റ് യുവജനങ്ങൾ ഇവരോട് ചേർന്ന് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടും ഈ ഒരു സമരത്തിന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മുന്നോട്ട് ഇതിന് തീരുമാനമായില്ല എങ്കിൽ തീർച്ചയായിട്ടും തുടർ സമരങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാകുന്നതും തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ജനം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല ചെയ്യപ്പെടുമ്പോൾ ആളുകൾ പ്രതിഷേധിക്കുക സ്വാഭാവികമാണ്. ഇടുക്കിയിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പൊലിഞ്ഞത് 5 ജീവനുകളാണ്. ഇനിയും ഒരാളുടെ പോലും ജീവൻ നാട്ടിൽ നഷ്ടപ്പെടാൻ ഇടയാവരുത്. അതിന് ഭരണകൂടം ക്രിയാത്മകമായി ഉണർന്നു പ്രവർത്തിക്കണം. അതിന് സാധിക്കാതെ വന്നാൽ സാധാരണക്കാരായ ആളുകളുടെ പക്ഷം ചേർന്ന് ഇടുക്കിയിലെ ഒരു പൊതു സംവിധാനം എന്ന നിലയിൽ രൂപത സമരമുഖത്ത് സജീവമാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു വീട്ടിൽ കയറി വന്ന് മൃഗങ്ങളെ ആക്രമിക്കുന്ന കൊലപ്പെടുത്തുന്ന സിറ്റുവേഷൻ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. നമുക്കറിയാം, ഒരു വീട്ടിലെ ഒരു കാണുന്നവരെ അച്ഛൻ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മകൻ കൊല്ലപ്പെടുന്ന അവസ്ഥയാണ്. ഒരു വീടിന്റെ അത്താഴത്തിൽ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഈ ധാർമ്മിക യുവജന പ്രസ്ഥാനമായ KCYM ഒരിക്കലും കണ്ണടച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് താൽക്കാലികമായി ഒരു 48 മണിക്കൂർ നിരാഹാര സമരം നടത്തുവാൻ KCYM മുന്നോട്ട് വന്നത്. അടിമാലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ KCYM ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ, KCYM ഇടുക്കി രൂപത പ്രസിഡന്റ് ജെറിൻജെ പട്ടാങ്കുളം, ജനറൽ സെക്രട്ടറി സാം സണ്ണി, വൈസ് പ്രസിഡന്റ് ആൽബി ബെന്നി, സ്റ്റേറ്റ് സിൻഡിക്കേറ്റ് അലക്സ് തോമസ്, സ്റ്റേറ്റ് സെനറ്റ് മെമ്പർ സച്ചിൻ സിബി, ഓഫീസ് ഇൻചാർജ് അമൽ ജോൺസൺ, ആൽബർട്ട് റെജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.